എന്താണ് ഒരു മനുഷ്യൻ്റെ വാല്യൂ അഥവാ എന്താണ് ഒരു മനുഷ്യൻ്റെ വില എന്നുള്ളത്. കഴിഞ്ഞ ദിവസം കുറേ കാലത്തിന് ശേഷം എൻ്റെ വാട്സപ്പിലേക്ക് ഒരാളൊരു വാട്സപ്പ് സന്ദേശം അയച്ചു. അദ്ദേഹം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, എന്തോ അദ്ദേഹത്തിന് എന്നോട് പറയാനുണ്ട്, എൻ്റെ എന്തോ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തിനോട് അങ്ങോട്ട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഒന്ന് ആദ്യം മടിച്ചു നിന്നെങ്കിലും അദ്ദേഹം അവസാനം കാര്യത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് എൻ്റെ അടുത്തു നിന്നും ഒരു സഹായമാണ് ആവശ്യമുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമായിരുന്നു അത് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സഹായം ഞാൻ ചെയ്തു കൊടുത്തു. ആ സഹായം കൊടുത്തതിന് ശേഷം അതിന് പ്രത്യുപകാരമായി ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണോ എനിക്ക് ആവശ്യം ആ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന്. പക്ഷേ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു ഇത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, മറ്റു സൗഹൃദ ബന്ധങ്ങളുണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മറികടന്നാണ് അയാൾ എന്നിലേക്ക് എത്തിയത്. എൻ്റെ വില ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ ചെയ്ത സഹായത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്താലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരുന്നു. പക്ഷേ ഇത്രയും ആളുകളെ മറികടന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അദ്ദേഹം എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണമാണ് എൻ്റെ വിലയും എൻ്റെ വാല്യൂം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ ആവശ്യമുള്ളവർ നമ്മുടെ സമൂഹത്തിലും ചുറ്റിലും ഉണ്ടാകും. അവർക്ക് നമ്മളെ പലപ്പോഴും ആവശ്യം വരും. ആ ആവശ്യങ്ങൾ എപ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാസമയത്ത് പ്രവർത്തിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്.